നിമിഷപ്രിയയുടെ വധശിക്ഷയിൽ നിന്ന് യമനിൽ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം പിന്നോട്ട് പോയി എന്ന വിവരമാണ് ലഭിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനും റിപ്പോർട്ടറിനോട് പറഞ്ഞു. നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് മുഴുവൻ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടത്തുന്നതെന്നും സുഭാഷ് ചന്ദ്രൻ പറയും. നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ബഹുമാനപ്പെട്ട കാന്തപുരത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ഞങ്ങൾക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ കുടുംബം തത്വത്തിൽ വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. വധശിക്ഷ എന്ന് പറയുന്ന ആവശ്യത്തിൽ നിന്ന് അവർ പുറകോട്ട് പോയിരിക്കുന്നു. അതേസമയം ഇനിയും തുടർ ചർച്ചകൾ ആവശ്യമുണ്ട്. ഇനി നിമിഷയെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവരുന്ന കാര്യത്തിനകത്ത് ചർച്ച ചെയ്യണം. അതല്ല അവിടെ നിമിഷ ജയിൽ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള രീതിയിലുള്ള ചില ആവശ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം വളരെ മുന്നോട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതിനാവശ്യമായുള്ള ചർച്ചകൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകളുമായി ഗോത്രത്തലവന്മാരുമായൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് ഞങ്ങൾക്ക് ഇന്നലെ കാന്തപുരത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചത്. എന്തായാലും ഇപ്പോൾ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്.